എല്ലാവർക്കും നമ്മുടെ നഴ്സിംഗ് ആസ്പിറൻസ് ടു ലേൺ നഴ്സിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ അവസാനത്തെ ക്ലാസ് ആണെന്ന്, അതായത് തിയറി ക്ലാസ്സിലെ അവസാനത്തെ ക്ലാസ് ആണ്. ഇനി നമ്മൾ ടെർമിനോളജീസ് മാത്രമായിട്ട് ഒരു ഡിസ്കഷൻ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ക്ലാസ് ആയിട്ട് ഒരു 100 ക്വസ്റ്റ്യൻസ് നമ്മുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഒരു 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്ലാസ്സുകളൊന്നും മിസ്സാകാതെ കാണുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ചാനൽ മുന്നേയുള്ള വീഡിയോസ് ഒക്കെ കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമന്റ്സോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതണം. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ഒക്കെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയർ സിലബസിൽ ഇല്ലാത്തൊരു പോർഷൻ ആണ്, പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് എന്താ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ്. നമുക്കതൊന്ന് ജസ്റ്റ് നോക്കി പോകാം. ഓക്കെ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റം എംബ്രിയോണിക് ഡെവലപ്മെന്റ്. എന്താണ് എംബ്രിയോ എന്ന് പറയുന്നത്? നമ്മുടെ കുഞ്ഞ് ഫീറ്റസ് ആയിരിക്കുന്ന യൂട്രസിനുള്ളിലായിരിക്കുമ്പോൾ സൈഗോട്ടായി ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഓരോ ഓർഗൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്, എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഓരോ ആഴ്ചകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പറയും, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഡെവലപ്മെന്റ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ബിഗിൻസ് ഏർലി ഇൻ ദ ഫീറ്റസ്. അതായത് റെസ്പിറേറ്ററി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞ് യൂട്രസിനുള്ളിലായിരിക്കുമ്പോൾ, ഫീറ്റസ് ആയിരിക്കുമ്പോഴാണ്. യൂട്രസിനുള്ളിലുള്ള കുഞ്ഞിനെയാണ് ഫീറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീറ്റസ് ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞ് ബ്രീത്ത് ചെയ്യുന്നില്ല. കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തിക്കുകയും കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് കളയുകയും ചെയ്യുന്നത് അമ്മയുടെ ബ്ലഡിലൂടെയാണ്, അല്ലെ? ഓക്കെ, അപ്പൊ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴാണ് ബ്രീത്ത് ചെയ്യുന്നത്. പക്ഷേ റെസ്പിറേറ്ററി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് വളരെ മുന്നേ തന്നെ, അതായത് ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ് ദാറ്റ് ഇൻക്ലൂഡ്സ് മെനി സ്ട്രക്ചേഴ്സ്, മോസ്റ്റ് ഓഫ് വിച്ച് അറൈസ് ഫ്രം ദ എൻഡോഡം. അപ്പൊ നമ്മൾ എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ 3 ലേയേഴ്സ് പഠിക്കുന്നുണ്ട്. എൻഡോഡം, എക്ടോഡം, മീസോഡം എന്ന് പറയുന്നത്. അതിൽ എൻഡോഡമിൽ നിന്നാണ് റെസ്പിറേറ്ററി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. റെസ്പിറേറ്ററി സിസ്റ്റം ഏത് ലെയറിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ എൻഡോഡമിൽ നിന്നാണ്. Towards the end of the development, the fetus can be observed making breathing movement. നമുക്ക് അവസാന ആഴ്ചകളിൽ നോക്കുകയാണെങ്കിൽ, മീൻസ് ടേം ആവുമ്പോൾ, ഡെലിവറിക്ക് മുന്നേ ഉള്ള കുറച്ച് ആഴ്ചകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കുഞ്ഞ് ബ്രീത്ത് ചെയ്യുന്നത്. ബ്രീത്തിങ് മൂവ്മെന്റ്സ് അവിടെ കാണുന്നുണ്ട്. പക്ഷെ ആ ബ്രീത്തിങ് മൂവ്മെന്റ് അല്ല കുഞ്ഞിന് ശ്വസനത്തിന് അല്ലെങ്കിൽ ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്നത്. എന്നാലും കുഞ്ഞ് മെച്യൂർ ആയ ലങ്സ് ആണെങ്കിൽ കുഞ്ഞവിടെ ബ്രീത്തിങ് മൂവ്മെന്റ് സാധ്യമാക്കുന്നത്, മീൻസ് മൂവ്മെന്റ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Until birth, however, the mother provides all of the oxygen to the fetus as well as remove all of the fetal carbon dioxide via placenta. അപ്പൊ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബർത്ത് വരെ, ജനനം വരെയും കുഞ്ഞിന് വേണ്ട ഓക്സിജൻ കുഞ്ഞിന് എത്തിക്കുകയും കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യുകയും ചെയ്തത് അമ്മയുടെ ശരീരത്തിലൂടെയാണ്, ത്രൂ പ്ലാസന്റയിലൂടെ അമ്മയുടെ ശരീരത്തിൽ എത്തിച്ച് അമ്മയുടെ ശരീരത്തിലൂടെയാണ് അത് പുറത്ത് കളയുകയും അകത്തോട്ട് വരികയും ഒക്കെ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ എൻഡോഡം എന്നുള്ളതാണ് നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് അതിന്റെ ഡെവലപ്മെന്റ് ഒരു സ്റ്റേജ് ആയിട്ട് നോക്കാം. ദ ഡെവലപ്മെന്റ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ബിഗിൻസ് അറ്റ് അബൌട്ട് 4th വീക്ക്. ഓക്കെ, അപ്പൊ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് എത്രാമത്തെ ആഴ്ചയിലാണ് റെസ്പിറേറ്ററി ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ജസ്റ്റേഷണൽ പീരീഡിന്റെ 4ാമത്തെ ആഴ്ച മുതലാണ് കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഫീറ്റസിന്റെ റെസ്പിറേറ്ററി സിസ്റ്റം ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ മെച്യൂർ ആകുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം മെച്യൂരിറ്റി ആവുന്നത് എപ്പോഴാണ്? ഒരു വീക്ക് 28 ആവുമ്പോഴാണ്. അതുകൊണ്ടാണ് 28 വീക്കെങ്കിലും ആയി കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ കുഞ്ഞിന് ബ്രീത്ത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെ? റിസ്ക് കുറവാണ്. പക്ഷെ അതിന് മുന്നേ ആണെങ്കിൽ എന്താ, അവിടെ റിസ്ക് കൂടുതൽ, സർവൈവ് ചെയ്യാനുള്ള റിസ്ക് കൂടുതലാണ്, അല്ലെ? ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിരിക്കണം. അപ്പൊ ഏത് ആഴ്ചയിലാണ് റെസ്പിറേറ്ററി സിസ്റ്റം ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വീക്ക് 4. ബൈ വീക്ക് 28 ഇനഫ് ആൽവിയോലി ഹാവ് മെച്ചുവർഡ് ദാറ്റ് എ ബേബി ബോൺ പ്രിമച്യൂർലി അറ്റ് ദിസ് ടൈം ക്യാൻ യൂഷ്വലി ബ്രീത്ത് ഓൺ ഇറ്റ്സ് ഓൺ. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കുന്നത്? ഈ 4ാമത്തെ ആഴ്ചയിൽ ഡെവലപ്മെന്റ് തുടങ്ങി 28 ആഴ്ചയാകുമ്പോഴത്തേക്ക് കുഞ്ഞിന്റെ ശരീര ലങ്സിനുള്ളിൽ മെച്ചുവറായ ഏകദേശം പൂർണ്ണ വളർച്ച എത്തിയ ആൽവിയോലി ആവശ്യത്തിന് കാണുകയും 28 ആഴ്ച
കഴിഞ്ഞ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർ സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാനുള്ള കഴിവും ചിലപ്പോൾ വേറെ റിസ്കുകളൊന്നും ഇല്ലെങ്കിൽ കുഞ്ഞിന് ബ്രീത്ത് ചെയ്യാനുള്ള കഴിവും കാണും. The respiratory system, however, is not fully developed until early childhood, when a full complete of mature alveoli is present. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് കുറച്ചുകൂടി ഒന്ന് ചൈൽഡ്ഹുഡ് പീരീഡ് ആവുമ്പോഴാണ് കുഞ്ഞിന്റെ എന്ത് ചെയ്യുന്നത്, ഇവിടെ റെസ്പിറേറ്ററി സിസ്റ്റം കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആകുന്നത്, മെച്യൂർ ആൽവിയോലി ആകുന്നത്. ഓക്കെ, മീൻസ് 28 വീക്ക് ആകുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള മെച്യൂർ ആൽവിയോലി, അത്യാവശ്യം വേണ്ട ആൽവിയോലി എത്തുന്നുണ്ടെങ്കിലും അവിടെ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ആകുന്നില്ല. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുറച്ചുകൂടി ചൈൽഡ്ഹുഡ് പീരീഡ് ആകുമ്പോൾ, ഏർലി ചൈൽഡ്ഹുഡ് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ആൽവിയോലി കംപ്ലീറ്റ് മെച്യൂർ ആകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ 4ാമത്തെ ആഴ്ച മുതൽ 7ാമത്തെ ആഴ്ച വരെ എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ വരുന്നതെന്ന് നോക്കാം. റെസ്പിറേറ്ററി ഡെവലപ്മെന്റ് എംബ്രിയോ ബിഗിൻസ് അറൌണ്ട് 4th വീക്ക്. ഓൾറെഡി പറഞ്ഞു, എക്ടോഡെർമൽ ടിഷ്യൂ ആണ് നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് റെസ്പിറേറ്ററി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. Rectodermal tissue from the anterior head region invaginate posteriorly form olfactory pits. അതായത് നമ്മുടെ എക്ടോഡെർമൽ ടിഷ്യൂവിന്റെ ആന്റീരിയർ ഹെഡ് റീജിയൻ നിന്ന് ചെറിയ എന്താ പറയാ, ചെറിയ മുകുളങ്ങൾ പോലെ ഫോം ചെയ്യും പോസ്റ്റീരിയർലി. അതിനെയാണ് എന്ത് പറയുന്നത്, ഓൾഫാക്ടറി പിറ്റ്സ് എന്നാണ് പറയുന്നത്. വിച്ച് ഫ്യൂസ് വിത്ത് എൻഡോഡെർമൽ ടിഷ്യൂ ഓഫ് ദ ഡെവലപ്പിംഗ് ഫാരിങ്സ്. അത് എന്തുമായിട്ട്, ആ ഓൾഫാക്ടറി പിറ്റ് എന്തുമായിട്ട് ജോയിൻ ചെയ്യും, അത് നമ്മുടെ എൻഡോഡെർമൽ, അനദർ ലെയർ ആയിട്ടുള്ള എൻഡോഡെർമൽ ടിഷ്യൂലുള്ള ഫാരിങ്സിന്റെ ആ ഒരു പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ എൻഡോഡെർമൽ എന്ന് പറഞ്ഞാൽ പുറമേയുള്ള ലെയർ ആണ്. എൻഡോഡെർമിലുള്ള ഫാരിങ്സ് ഡെവലപ്പ് ചെയ്യുന്ന ആ പാർട്ടുമായിട്ട് നമ്മുടെ എക്ടോഡെർമിൽ നിന്നും ഡെവലപ്പ് ചെയ്ത ഓൾഫാക്ടറി പിറ്റ് എന്നുള്ള പാർട്ട് കണക്ട് ചെയ്യുന്നു. The olfactory pit is one of the pair of structures that will enlarge to become nasal cavity. ആ olfactory pit ആണ് പിന്നീട് എന്താകുന്നത്, നാസൽ കാവിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നാസൽ കാവിറ്റി എന്തൊക്കെ ചേർന്നിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എൻഡോഡെർമൽ ടിഷ്യൂവിന്റെ ഫാരിങ്സിനോട് ചേർന്നിട്ട് ഓൾഫാക്ടറി പിറ്റ് എന്നുള്ള പാർട്ട്, അത് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എക്ടോഡെർമിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എക്ടോഡെർമിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന മുകുളങ്ങളാണ് ഓൾഫാക്ടറി പിറ്റ് എന്നറിയപ്പെടുന്നത്. ഈ മുകുളങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫാരിങ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നാസൽ cavity ഡെവലപ്പ് ചെയ്യുന്നു. At about this same time, ഈ അതേ സമയത്ത് തന്നെ the lung buds forms. അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, എക്ടോഡെർമിലെ ഒരു ചെറിയ ബഡുകൾ, മീൻസ് ചെറിയ ചെറിയ മുകുളങ്ങൾ പോലെയുള്ള ലങ്സ് ഫോം ചെയ്യാനുള്ള ബഡ് അവിടെ ഫോം ചെയ്യാണ്. ലങ് ബഡ് ഈസ് ഡോം ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അതെന്ത് ചെയ്യുന്നു, ഫൊർഗട്ട് പോലെ അത് ചെറുതായിട്ട് ബൾജ് ചെയ്ത് മീൻസ് ബിഗായി ഓരോ സ്റ്റേജ് ഒരാഴ്ച കഴിയുന്നവരും അത് വലുതായി തുടങ്ങുകയാണ്. Forget is endoderm just inferior to the pharyngeal pouches. The laryngeotracheal bud is structure that forms from the longitudinal extension of the lung bud. Lung bud പിന്നെ വലുതാവുമ്പോൾ അതിൽ നിന്ന് വീണ്ടും ചെറിയ 2 മുകുളങ്ങൾ താഴോട്ട് വരുന്നുണ്ട്. അതിനെയാണ് laryngeotracheal bud. നമുക്ക് ആ പിക്ചറിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെ കണ്ടോ, ഇതാണ് ഫാരിങ്സ്, ഇതാണ് നമ്മുടെ ലാരിഞ്ചോട്രക്കിയൽ ട്യൂബ് എന്ന് പറയുന്നത്. 4ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അവിടുന്ന് 2 ട്രക്കിയൽ ബഡ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്രോങ്കി ആയിട്ട് പിന്നെ മാറുന്നത്. പിന്നെ ഇവിടെ കണ്ടോ, ഫാരിങ്സിന്റെ ഇവിടെ നമ്മുടെ ലേറ്റർ സ്റ്റേജിൽ അത് ഈസോഫാഗസ് ആയി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ട്രക്കിയൽ ബഡ്സിന് മുകളിലുള്ള ഈ ഒരു ചെറിയ പാർട്ട് എന്ത് ചെയ്യുന്നു, ട്രക്കി ആയിട്ട് മാറുന്നുണ്ട്. ട്രക്കിയൽ ബഡ്സ് എന്ത് ചെയ്യുന്നു, അത് ബ്രോങ്കിയൽ ബഡായി മാറുന്നു. പിന്നെ ബ്രോങ്കിയൽ ബഡ്സ് ഡെവലപ്പ് ചെയ്ത് ബ്രാഞ്ചസ് ഉണ്ടായി പിന്നെ ലങ്സ് ആയി മാറുന്നു. ലങ്സിന് അവിടെ ലോബുകൾ തിരിയുന്നു. 8 ആഴ്ചയാവുമ്പോൾ ലോബുകളും തിരിയുന്നു. അപ്പൊ ഇതാണ് ഒരു സ്ട്രക്ചർ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പിക്ചറും കൂടി നിങ്ങൾ മനസ്സിൽ വെച്ച് വേണം ഇത് കേൾക്കാൻ. The portion of this structure nearest the pharynx become trachea. ഫാരിങ്സിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ പാർട്ട് എന്തായി മാറുന്നു, ട്രക്കി ആയിട്ട് മാറുന്നു. whereas distal end becomes bulbous. എന്നാൽ അതിന്റെ താഴ്ഭാഗം എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ 2 മുകുളങ്ങളായി മാറുന്നു. ഫോമിങ് ബ്രോങ്കിയൽ ബഡ്സ്, അത് പിന്നെ ബ്രോങ്കിയൽ ബഡ്സ് ആയി മാറുകയും ഈ ബ്രോങ്കിയൽ ബഡ്സ് ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ലോവർ റെസ്പിറേറ്ററി സ്ട്രക്ചർ ആയിട്ടുള്ള ബ്രോങ്കിയയും ബ്രോങ്കിയോൾസും ലങ്സും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതാണ് 4 മുതൽ 7 ആഴ്ച നടക്കുന്നത്. എന്താണ്, എക്ടോഡെർമൽ ടിഷ്യൂവിൽ നിന്ന് ആന്റിയർ റീജിയനിൽ വരുന്ന ഒരു ചെറിയ പ്രൊജക്ഷൻ ഉണ്ട്, അതിനെ ഓൾഫാക്ടറി പിറ്റ് എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ ഫാരിങ്സുമായിട്ട് ചേർന്ന് നാസൽ കാവിറ്റി ഫോം ചെയ്യുന്നത്. അതിന്റെ ലോവർ പാർട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ചെറിയ മുകുളങ്ങൾ പോലെ ലങ് ബഡ്സ് ഫോം ചെയ്യുന്നു. ആ ലങ് ബഡ്സ് പിന്നെ ഡെവലപ്പ് ചെയ്താണ് ലങ്സ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് റെസ്പിറേറ്ററി സ്ട്രക്ചർ ആയിട്ട് ലേറ്റർ സ്റ്റേജസിൽ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഫാരിങ്സിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു പാർട്ട് അത് പിന്നെ ലേറ്റർ സ്റ്റേജിൽ എന്തായി മാറുന്നു, ട്രക്കി ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു പിക്ചർ.
നെക്സ്റ്റ് 7 to 16 വീക്ക് എന്ന് പറയുമ്പോൾ ബ്രോങ്കിയൽ ബഡ്സ് പിന്നെ വീണ്ടും ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യുന്നു, സെഗ്മെന്റൽ ബ്രോങ്കിയായി മാറി. അത് പിന്നെ വീണ്ടും വീണ്ടും ഓരോ ആഴ്ചകളിൽ അതിന്റെ ഡയമീറ്റർ ഒക്കെ കൂടി അത് എക്സ്പാൻഡ് ചെയ്ത് പിന്നെ വീണ്ടും ബ്രാഞ്ചസ് ഉണ്ടായി റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. 16 to 24 വീക്സ് ആവുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻസ് അവിടെ വാസ്കുലറൈസേഷൻ, ബ്ലഡ് വെസൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലഡ് സപ്ലൈ കിട്ടുന്നു, ആൽവിയോലാർ ഡക്റ്റും ആൽവിയോലാർ പ്രിക്കസസും ഒക്കെ ഉണ്ടാകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, അവിടെ 19th വീക്ക് ആകുമ്പോൾ റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസ് കംപ്ലീറ്റ്ലി ഫോം ചെയ്ത് കഴിയും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസ് ഉണ്ടായി കഴിയുമ്പോഴാണ് അവിടെ അതിനുള്ളിലുള്ള സെൽസ് ലൈനിങ്ങിൽ എന്ത് ടൈപ്പ് സെൽ ഉണ്ടാവും, type 1 ആൻഡ് type 2 ന്യൂമോസൈറ്റ്സ് അല്ലെങ്കിൽ ആൽവിയോലാർ സെൽസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. type 1 ആൻഡ് type 2 ന്യൂമോസെൽസ് അല്ലെങ്കിൽ ന്യൂമോസൈറ്റ്സ് അല്ലെങ്കിൽ ആൽവിയോലാർ സെൽസ് അവിടെ ഫോം ചെയ്യുന്നു. അപ്പൊ ഏത് ആഴ്ചയിലാണ് ഉണ്ടാകുന്നത്, 19th വീക്ക് കഴിയുമ്പോഴാണ് type 1 type 2 സെൽസ് അവിടെ ഉണ്ടാകുന്നത്. ഈ type 1 type 2 സെൽസിന്റെ ഫങ്ഷൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, പൾമണറി സർഫക്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ടൈപ്പ് 2 സെല്ലിൽ നിന്നും എന്ത് ചെയ്യും, പൾമണറി സർഫക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പൾമണറി സർഫക്റ്റൻസ് എന്തിനു സഹായിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. നമ്മുടെ സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യാനും ബ്രീത്തിങ് സാധ്യമാക്കാനും സഹായിക്കുന്നു. 20ാമത്തെ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് ശ്വസിക്കുന്നില്ല എങ്കിലും അവിടെ ചെറിയ മീൻസ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ആ ലങ്സ് വഴി കിട്ടുന്നില്ല എങ്കിലും കുഞ്ഞിന്റെ ഒരു ബ്രീത്തിങ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ 20ാമത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ ആ ഒരു 21, 22 ആ ആഴ്ചയിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് വരും. 20ാമത്തെ ആഴ്ച ആകുമ്പോൾ അവിടെ ഫീറ്റൽ ബ്രീത്തിങ് മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി 24ാമത്തെ ആഴ്ചയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, term major growth and maturation of the respiratory system occurs from the week of 24 until term. അതായത് 24ാമത്തെ ആഴ്ച കഴിയുമ്പോഴാണ് മെച്യൂരിറ്റി ഉണ്ടാകുന്നത്. മേജർ ആയിട്ടുള്ള നല്ല ഗ്രോത്തും മെച്യൂരിറ്റി ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ടാകുന്നത് എപ്പോഴാണ്, 24ാമത്തെ ആഴ്ച മുതൽ ഡെലിവറി ആകുന്നതിന് വരെയുള്ള ആ ഒരു സമയത്താണ് മേജർ ഗ്രോത്ത് സംഭവിക്കുന്നത്. നമ്മുടെ ആൽവിയോലർ സെൽസും ആൽവിയോലർ പ്രിക്കസസും ഒക്കെ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് വളരെ ഡെവലപ്പ് ചെയ്യുന്നു. ലാർജ് എമൗണ്ട് സഫീഷ്യന്റ് ആവശ്യത്തിനുള്ള പൾമണറി സർഫക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സർഫക്റ്റന്റ് ലെവൽസ് ആർ നോട്ട് ജനറലി അഡിക്വേറ്റ് ടു ക്രിയേറ്റ് എഫക്റ്റീവ് ലങ് കോംപ്ലയൻസ് അണ്ടിൽ അബൌട്ട് ദ 8th month ഓഫ് ദ പ്രഗ്നൻസി. അപ്പൊ അവിടെ ആവശ്യത്തിന് പൾമണറി സർഫക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ 8 മാസം ആവുമ്പോഴാണ്, അതായത് 32ാമത്തെ ആഴ്ച, 8 മാസം അല്ലെങ്കിൽ 32ാമത്തെ ആഴ്ചയാകുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് സഫീഷ്യന്റ്, അതായത് ലങ്സിന്റെ ആവശ്യത്തിന് എക്സ്പാൻഡ് ചെയ്യുന്ന റിലാക്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പൾമണറി സർഫക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 32ാമത്തെ ആഴ്ചയാകുമ്പോഴാണ്. പക്ഷെ 28ാമത്തെ ആഴ്ചയിലാണെങ്കിൽ പോലും കുഞ്ഞിന് അത്യാവശ്യം ബ്രീത്ത് ചെയ്യാനുള്ള ഡെവലപ്മെന്റ് മെച്യൂരിറ്റിയും അത്യാവശ്യം പൾമണറി സർഫക്റ്റൻസും ഒക്കെ ഉണ്ടാകും, പ്രിമച്വർ ബേബി ആണെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് 24ാമത്തെ ആഴ്ച 28ാമത്തെ ആഴ്ച ആ സമയം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, കുഞ്ഞിന് ഫീറ്റൽ മൂവ്മെന്റ് ഒക്കെ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഗ്യാസ് എക്സ്ചേഞ്ചിനുള്ള ഒരു എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ലങ്സിന് വേണ്ട എന്തൊക്കെ ഡെവലപ്പ് ചെയ്യണമോ അതെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്നാൽ കംപ്ലീറ്റ് റെസ്പിറേറ്ററി സിസ്റ്റം എപ്പോഴാണ് ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചാൽ 8 വയസ്സാകുമ്പോഴാണ് കുഞ്ഞിന് കംപ്ലീറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഫീറ്റൽ ബ്രീത്തിങ്. എന്താണ് ഫീറ്റൽ ബ്രീത്തിങ്? അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കുഞ്ഞിന് 24 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ കുഞ്ഞ് എന്ത് ചെയ്യുന്നു, ചെറിയ ഫീറ്റൽ ബ്രീത്തിങ് മൂവ്മെന്റ്സ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ഓൾദോ ഫംഗ്ഷൻ ഓഫ് ഫീറ്റൽ ബ്രീത്തിങ് മൂവ്മെന്റ്സ് ഈസ് നോട്ട് എൻറ്റയർലി ക്ലിയർ, അതായത് കംപ്ലീറ്റ്ലി അത് ക്ലിയർ അല്ല എങ്കിൽ പോലും 20-21 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിന്റെ ലങ്സ് ചിലപ്പോൾ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി മസിൽ കൺട്രാക്ഷൻസ് റിലാക്സേഷനും ഒക്കെ അവിടെ നടക്കും. പക്ഷെ അവിടെ ഗ്യാസ് അല്ല അവിടെ ഉള്ളിലോട്ട് പോവുകയും പുറത്തോട്ട് പോവുകയും ചെയ്യുന്നത്. പകരം എന്താണ്, കുഞ്ഞ് കിടക്കുന്ന അമ്നിയോട്ടിക് ക്യാവിറ്റിയിലുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ് ഈ ലങ്സിനുള്ളിലോട്ട് എന്താ പറയുക ഇൻഹലേഷന്റെ സമയത്ത് ഉള്ളിലോട്ട് പോവുകയും എക്സലേഷന്റെ സമയത്ത് ഈ ഫ്ലൂയിഡിനെ പുറത്തോട്ട് വരികയും ചെയ്യുന്നു. വിത്ത് പൾമണറി സർഫക്റ്റന്റ് ആൻഡ് മ്യൂക്കസ്, നമ്മുടെ ലങ്സിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത കുഞ്ഞിന്റെ ലങ്സിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത പൾമണറി സർഫക്റ്റന്റും മ്യൂക്കസും ഉൾപ്പെടെയായിട്ട് ലങ് ബ്രീത്തിങ് മൂവ്മെന്റിനനുസരിച്ച് ഉള്ളിലോട്ട് പോവുകയും പുറത്തോട്ട് പോവുകയും പുറത്തോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, മെറ്റേണൽ ഫാക്ടേഴ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഫ്രീക്വൻസി ഓഫ് ബ്രീത്തിങ് മൂവ്മെന്റ്സ്. അതായത് കുഞ്ഞിന്റെ ബ്രീത്തിങ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അമ്മയുടെ അമ്മയുടെ മെറ്റേണൽ ഫാക്ടേഴ്സ് വെച്ച് ചില കാര്യങ്ങളായിട്ട് അത് റിലേറ്റഡ് ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ്, അതായത് ചില ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽറ്റസ് ഉള്ള അമ്മമാരാണെങ്കിൽ, അതായത് ഹൈപ്പർ ഗ്ലൈസീമിയ ഉള്ള അമ്മമാരാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ബ്രീത്തിങ് മൂവ്മെന്റ് കൂടും, കുഞ്ഞിന്റെ ബ്രീത്തിങ് മൂവ്മെന്റ്
കൂടും. എന്നാൽ കുറഞ്ഞ ഗ്ലൂക്കോസ് ലെവൽ ആണെങ്കിൽ അമ്മമാരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ ആണെങ്കിൽ ഫീറ്റൽ മൂവ്മെന്റിന്റെ നമ്പർ കുറയും. അതൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് അമ്മ ഇപ്പോൾ ഒരു 28 ആഴ്ച വളർച്ചയെത്തിയ കുഞ്ഞിനുണ്ട്. അമ്മയുടെ ബ്ലഡിന്റെ ഹൈപ്പോഗ്ലൈസീമിയാണ്, കുഞ്ഞിന്റെ ബ്രീത്തിങ് മൂവ്മെന്റിന് എങ്ങനെയായിരിക്കാം എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം ബ്രീത്തിങ് മൂവ്മെന്റ് കുറയും. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ബ്രീത്തിങ് മൂവ്മെന്റ് കൂടും. അതുപോലെ തന്നെ ടുബാക്കോ കൺസ്യൂം ചെയ്യുന്ന ടുബാക്കോ യൂസ് ഉള്ള അമ്മയാണെങ്കിലും അവിടെ എന്ത് ചെയ്യുക, കുഞ്ഞിന്റെ ബ്രീത്തിങ് മൂവ്മെന്റ് കുറയും. ഓക്കെ, അതൊക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. NCLEX പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫീറ്റൽ ബ്രീത്തിങ് മേ ഹെൽപ്പ് ടോൺ ദ മസിൽസ് ഇൻ പ്രിപ്പറേഷൻ ഫോർ. അതുപോലെ തന്നെ ഈ കുഞ്ഞ് ഉള്ളിലായിരിക്കുമ്പോൾ മീൻസ് യൂട്രസിനുള്ളിലായിരിക്കും ജസ്റ്റേഷണൽ പീരീഡിൽ ഫീറ്റൽ ബ്രീത്തിങ് മൂവ്മെന്റ് നന്നായിട്ട് നടക്കുകയാണെങ്കിൽ, നന്നായിട്ട് ഡെവലപ്പ് ലങ്സ് നോർമലി ഡെവലപ്പ് ചെയ്ത് ബ്രീത്തിങ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്തിനു സഹായിക്കും? കുഞ്ഞ് പുറത്ത് വന്നു മീൻസ് ജനിച്ച ഉടനെ തന്നെ അതിന് ബ്രീത്തിങ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതായത് നോർമൽ ബ്രീത്തിങ് ഒരു റിസ്ക് ഇല്ലാതെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ബ്രീത്തിങ് മൂവ്മെന്റ് ഫീറ്റൽ ബ്രീത്തിങ് മൂവ്മെന്റ് കുറവാണെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് ചെയ്യാം, മീൻസ് സഫീഷ്യന്റ് റെസ്പിറേഷനും ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ഒന്നും ഉണ്ടാകില്ല. ചിലപ്പോൾ ഒരു ഡിലേ അവിടെ ഉണ്ടാകാം. ഓക്കെ, ഇനി ബർത്ത് ആവുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് പറയുന്നത്. പ്രയോർ ടു ബർത്ത്, ജനിക്കുന്നതിന് മുമ്പ് ലങ്സ് ആർ ഫിൽഡ് വിത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, മ്യൂക്കസ്, സർഫക്റ്റന്റ്. അല്ലെ, ഞാൻ ഓൾറെഡി പറഞ്ഞു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ കുഞ്ഞിന് ബ്രീത്തിങ് മൂവ്മെന്റ് ഉണ്ടെങ്കിലും എന്താണ് അവിടെ ഉള്ളിലോട്ട് പോവുകയും പുറത്തോട്ട് പോവുകയും ചെയ്തത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, മ്യൂക്കസും സർഫക്റ്റന്റും ആണ് ഉള്ളിലോട്ട് പുറത്തോട്ട് ലങ്സിനുള്ളിലോട്ടും പുറത്തോട്ടും പോകുന്നത്. ആസ് ഫീറ്റസ് ഈസ് ക്യൂസ്ഡ് ഫ്രം ദ ബർത്ത് കനാൽ, ജനിക്കുമ്പോൾ ബർത്ത് കനാലിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഫീറ്റൽ തൊറാസിക് ക്യാവിറ്റി ഈസ് കംപ്രസ്ഡ്. അപ്പോൾ ഫീറ്റൽ തൊറാസിക് ക്യാവിറ്റി നമ്മൾ ആ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ബർത്ത് കനാലിലൂടെ വരുമ്പോഴേ കുഞ്ഞിങ്ങനെ കംപ്രസ് ആകുകയാണ് അല്ലെ. തൊറാസിക് ക്യാവിറ്റി കംപ്രസ് ആകുമ്പോഴേ കുഞ്ഞിനുള്ളിലുള്ള ലങ്സിലുള്ള ഫ്ലൂയിഡ് എല്ലാം എന്ത് ചെയ്തു, പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ പുറത്ത് പോയി കഴിയുമ്പോൾ എന്നാലും കുറച്ച് ഫ്ലൂയിഡൊക്കെ ചിലപ്പോൾ അവിടെ സ്റ്റാഗ്നന്റ് ആകാം, അവിടെ സ്റ്റേ ചെയ്യാം, കംപ്ലീറ്റ് പുറത്ത് പോകാതെ നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലെ. അപ്പോൾ അതെന്ത് ചെയ്യും, അങ്ങനെ കുറച്ച് ഫ്ലൂയിഡ് അവിടെ അബ്സോർവ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യുന്നു, അത് അവിടെ ലങ്സിനുള്ളിൽ തന്നെ അവിടെ സെൽഫായിട്ട് അവിടെ അബ്സോർബ്ഡ് ആയിട്ട് റാപ്പിഡ് അബ്സോർപ്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ നോർമലി ഉള്ള ബേബി ആണെങ്കിൽ 10 സെക്കൻഡിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു, കുഞ്ഞ് ഉടനെ ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യും. ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും നോർമൽ ലങ് മൂവ്മെന്റ് നടക്കുകയും. അപ്പൊ ഈ നോർമൽ ലങ് മൂവ്മെന്റ് നടക്കണമെങ്കിൽ അവിടെ അത്യാവശ്യം വേണ്ട കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ലങ് മ്യൂസിറ്റി ഉണ്ടാവണം, അതുപോലെ പൾമണറി സർഫക്റ്റന്റ് ഡെവലപ്പ് ചെയ്യണം, സർഫക്റ്റന്റ് നോർമലി പ്രൊഡ്യൂസ് ചെയ്യണം, സെക്രീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അവിടെ സർഫസ് ടെൻഷൻ ആൽവിയോലയുടെ സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യാനും നോർമൽ ബ്രീത്തിങ് മൂവ്മെന്റ് നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്തെന്ന്, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, അതായത് സിവിയർ റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് 26 ആഴ്ച അല്ലെങ്കിൽ 28 ആഴ്ചക്ക് മുന്നേ ഒക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങള് പ്രീടേം ബേബീസിന് എന്ത് ചെയ്യും, ലങ് ഡെവലപ്മെന്റ് അതായത് ലങ് മെച്യൂരിറ്റി ഇല്ലാതെ കുഞ്ഞിനെ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അതവിടെയാണ് ആ അത്തരത്തിലൊരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിവിയർ റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ലങ് മെച്യൂരിറ്റി ഇല്ല, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൾമണറി സർഫാക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്ത് കാണില്ല. അതുകൊണ്ട് തന്നെ അവിടെ നോർമൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കില്ല. അതുകൊണ്ട് അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സർവൈവൽ അതായത് ജീവിക്കാനുള്ള, അതായത് മുന്നോട്ടൊരു പുരോഗതി ഉണ്ടാകാൻ ജീവിക്കാനുള്ള ചാൻസ് അവിടെ കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ലങ്സിന്റെ ഡെവലപ്മെന്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, 4ാമത്തെ ആഴ്ചയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏത് ലെയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ഓരോന്നും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് പറഞ്ഞു. അതിന് 8ാമത്തെ ആഴ്ചയാകുമ്പോഴാണ് ഏകദേശം കംപ്ലീറ്റ് ഒരു ആൽവിയോലെ അത്യാവശ്യം മെച്യൂരിറ്റി ആകുന്നതെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ഡെവലപ്മെന്റ് എത്ര വയസ്സാകുമ്പോൾ ആകുമെന്ന് പറഞ്ഞു. ഇനി ഫീറ്റൽ ബ്രീത്തിങ് മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ബർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞെങ്ങനെയാണ് ആ ഒരു ലങ്സിലുള്ള ഫ്ലൂയിഡ് എല്ലാം എക്സ്പെല് ചെയ്യുകയും അത് റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫീറ്റൽ റെസ്പിറേറ്ററി സിസ്റ്റം ഡെവലപ്മെന്റിലും ഫീറ്റൽ ബ്രീത്തിങ്ങിനും പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ കമന്റ്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ മറക്കരുത്. ഇതോടെ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്, മീൻസ് തിയറി ക്ലാസ് സ്റ്റോപ്പ് ചെയ്യണം. അടുത്ത് നമ്മൾ നോക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ നോക്കാം. 25 വെച്ചാൽ 4 ക്വസ്റ്റ്യൻസ് 4 പാർട്ടായിട്ട് എടുക്കാം. അപ്പൊ 25 ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് നമുക്ക് ടെർമിനോളജീസ്, അത്യാവശ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞ എല്ലാ ടെർമിനോളജീസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും